ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പം ടൈപ്സ് ഓഫ് സ്ട്രെസ്സും സ്ട്രെയിനിലും നമ്മൾ ഫസ്റ്റ് പഠിച്ചാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പം ഈ ഒരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതൊരു ഒബ്ജക്റ്റിന്റെ ലെങ്ത്തുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ. ഇപ്പം നമ്മളുടെ ഫിഗറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ഒരു വയറിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തതുപോലെ നമുക്ക് തോന്നും അല്ലെ. ഇപ്പോൾ ഒരു സിലിണ്ടർ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വയറോ അല്ലെങ്കിൽ കുറച്ച് നീളമുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തത്, ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ ഇങ്ങനെ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഈ ഒരു ബോഡിയിൽ, ഈ ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, ഒരു ഡിഫോമിങ് ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ഈ ബോഡിക്ക് ലെങ്ത്തിൽ ഒരു ചേഞ്ച് വരുന്നു, ആ ഒരു ബോഡിയുടെ ലെങ്ത്തിൽ ചേഞ്ച് വരുന്നു. ഇതിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത്, ഈ സ്ട്രെയിനിന് കാരണമാവുന്ന ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നാണ് നമ്മൾ അവരെ പറയാം. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് ഓഫ് ദി ബോഡി. ഒരു ബോഡിയുടെ ഒറിജിനൽ ലെങ്ത് വെച്ച് നോക്കുമ്പം അതിനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും, ഒരു ബോഡിക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ലെങ്ത്തിൽ ഒരു ചേഞ്ച് വരുന്നു. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഓഫ് ദി ബോഡി, അതിൻ്റെ റേഷ്യോയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. റേഷ്യോ മീൻസ് എന്താണ്? ജസ്റ്റ് ഒന്നുമില്ല, മീനിങ് എന്താണ്? ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മളുടെ ബോഡിയുടെ ആദ്യത്തെ അവസ്ഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതായത് നമ്മളൊരു ഫോഴ്സും അപ്ലൈ ചെയ്യാതിരുന്നപ്പോഴുള്ള ആ ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ആണ് ഇതെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, ഡിഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ബോഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എല്ല് വെച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദെൻ നമ്മളൊരു ഡിഫോമിങ് ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു. ദെൻ ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ബോഡിയുടെ ലെങ്ത് നോക്കിയാൽ കുറച്ച് കൂടി അല്ല, ഇത്രയും ഭാഗം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ ലെങ്ത്തിന്റെ കൂട്ടത്തിൽ ഒരു ഡെൽറ്റ എൽ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിട്ട് ഇതിന്റെ ലെങ്ത് മാറി. ഒറിജിനൽ ലെങ്ത്തിന്റെ കൂടെ കുറച്ച് കൂടി ലെങ്ത് കൂടി അല്ലെ. അപ്പൊ ആ കൂടിയ ലെങ്ത് ആണ് ഡെൽറ്റ എൽ വെച്ചിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെ ഉണ്ടായ ആ ഒരു ചേഞ്ച് ഡെൽറ്റ എൽ. അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെങ്ത്തിൽ വന്ന വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ ഡെൽറ്റ എൽ ആണ് വ്യത്യാസം അല്ലെ. അപ്പം നമുക്കിവിടെ ഡെൽറ്റ എൽ എഴുതാം. ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ലെങ്ത്, അതെന്ന് പറയുന്നത് എൽ ആണ്. സോ ഡെൽറ്റ എൽ ബൈ എൽ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിനൊരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. ക്ലിയർ? So longitudinal strain is equal to delta L by L, where delta L is the change in length and L is the original length. Next, longitudinal stress. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന് റീസൺ ആയിട്ട് വന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് നോർമൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി സിലിണ്ടർ. ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ സിലിണ്ടർ, ആ സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇതാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ ഏരിയയുടെ പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? നോർമൽ ആയിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോഴ്സ് ഈസ് അപ്ലൈഡ് നോർമൽ ടു ദി ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് നോർമലായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്
നമ്മളുടെ അപ്ലൈഡ് ഫോഴ്സിന് ഈക്വലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമായിരിക്കും എന്ന് പറഞ്ഞു. ദെൻ ആ ഒരു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നിവിടെ പറയുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നേരത്തെ പറഞ്ഞ അതേ ജനറൽ ഇക്വേഷൻ മതി. if F is the applied force and A is the area of cross section, then we can write longitudinal stress is equal to F by A. Okay. Then if the object is stretched, the stress is called tensile stress, and if the object is compressed, it is called compressive stress. അതായത് ഒരു ഒബ്ജക്റ്റ് അത് സ്ട്രെച്ച് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വലിച്ചു നീട്ടപ്പെടുകയാണ്, അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്സിന്, അതിന് റീസൺ ആയിട്ട് വരുന്ന സ്ട്രെസ്സിന് നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഒരു ബോഡി കംപ്രസ്ഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ചുരുക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ലെങ്ത്ത് കുറയുക, ഒറിജിനൽ ലെങ്ത്തിൽ നിന്ന് എന്താ പറയുക, ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ലെങ്ത് കുറയുകയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ട്രെസ്സിനെ കംപ്രസീവ് സ്ട്രെസ് എന്നും പറയുന്നു.